ക്ലാസ്സിൽ ഫുൾ ചെവി തുറന്ന് തല തുറന്ന് കേൾക്കണം. നമ്മൾ കുറെ പുതിയ സാധനങ്ങൾ പഠിക്കുന്നത്. അത് നമ്മളൊരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് നോക്കിയാൽ, നേരെ മൈൻഡ് സെറ്റ് നോക്കിയാൽ ഒരു സാധനം മനസ്സിലാകത്തില്ല. എസ്പെഷ്യലി ഫിസിക്സ് അതെ, കുറെ അൺലേൺ ചെയ്ത് കുറെ പുതിയ നമ്മൾ ഇങ്ങനെ മാറ്റി പുതിയ വെക്കുക. നോട്ട്സ് എഴുതുമായിരുന്നു അത് അപ്പം മനസ്സിലാക്കിയിട്ടിരുന്ന. അതായത് എന്റെ ഒരു വെറുതെ ഞാൻ യൂഷ്വലി സാറ് പറയുമ്പോ അപ്പൊ തന്നെ എല്ലാവരും എടുത്തുന്നത്. ഇപ്പൊ ഞാനൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, സാറ് പറഞ്ഞ് തീർക്കട്ടെ. ഇത് പിന്നെ ഞാൻ എനിക്ക് ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അടിപൊളി ടിപ്പാണത്. ഫിസിക്സിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ, ഏറ്റവും വെറുത്ത ചാപ്റ്റർ, ഇഷ്ടപ്പെട്ട മിക്കവാറും സംതിങ് ഔട്ട് ഓഫ് മെക്കാനിക്സ്. ബോംബെ CS നല്ല പാക്കേജ് ആണെന്നൊക്കെ അറിയാം. അതാണ് സ്പേസ് എക്സ് ഉണ്ട്, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്കൈ റൂട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ പുതിയ കമ്പനീസ് വരുമ്പോ എനിക്കും അങ്ങനെ എനിക്ക് എന്റെ ഒരെണ്ണം തുടങ്ങുന്നുണ്ട്. എന്റെ ഇൻസ്പയറിംഗ് ആണ് ഇലോൺ മസ്ക്. അങ്ങനെ നോക്ക്, എനിക്ക് എന്റെ ഒരു ഞാൻ ഡിസൈൻ ചെയ്ത റോക്കറ്റ് സ്പേസിൽ അവര് അത് നടക്കട്ടെ. ഹലോ ആൾ, ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് സൈലത്തിന് മൊത്തം. കാര്യം ഇന്ന് സൈലത്തിലെ 2 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പഠിച്ച ദേവ് ഹാസ് അച്ചീവ്ഡ് സംതിങ് എക്സെപ്ഷണലി ഗുഡ്. അതായത് ഓൾ കേരള റാങ്ക് 3 ആണ് ജെ അഡ്വാൻസ്ഡ് എക്സാമിനേഷന് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 628 ആൻഡ് ഇറ്റ്സ് എ ട്രെമൻഡസ് ഇംപെക്കബിൾ അച്ചീവ്മെന്റ്. അതായത് ലോകത്തെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ആയ ജെ അഡ്വാൻസിന് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഈസ് എക്സെപ്ഷണൽ. സോ കൺഗ്രാറ്റ്സ് ദേവ്. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഓൾറെഡി ദേവിനോട് പറഞ്ഞു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ കുറച്ച് നിങ്ങൾ എല്ലാ ജൂനിയേഴ്സ് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് അല്ലെ. എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പറേഷൻ, എന്തായിരുന്നു മൈൻഡ് സെറ്റ് ത്രൂ ഔട്ട് ദിസ് 2 ഇയേഴ്സ് ജേർണി. ദേവ്, അപ്പോൾ ഫോർ യുവർ ജൂനിയേഴ്സ് ഔട്ട് ഫ്രം ദ ഹാർട്ട് പറയണം, എവിടെ നിന്നാണ് ഈ ട്രിഗർ പോയിന്റ്? അതായത് ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ് പ്രിപ്പറേഷൻ ജേർണി? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ആദ്യം കാർസ് ആണ് കാണുന്നത്. ഞാനിങ്ങനെ ഒരു ടെക്നോളജിക്കൽ ഇത് കാണുന്നു. എൻ്റെ പേരൻസ് ആണെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ പ്രിന്റ് ഔട്ട് കൊണ്ടുവരും എനിക്ക് വണ്ടികൾ കളർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ കുറെ കാർസ് കാണുന്നു, പിന്നെ പ്ലെയിൻസ് കാണുന്നു. ഇങ്ങനെ കുറെ ടെക്നോളജി കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് ചെറുപ്പം തന്നെ ഒരു എഞ്ചിനീയർ ആവണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്യാലോ. അപ്പോൾ പിന്നെ വളരുമ്പോൾ പിന്നെ ഇച്ചിരി റിയലിസ്റ്റിക് ആയിരിക്കണം. ഇങ്ങനെ എനിക്ക് പിന്നെ ഒരു ജോലി വേണം, നല്ല ജോലിക്ക് വേണ്ടി നല്ല കോളേജ് വേണം, ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ നല്ല ഇന്ത്യയിൽ ബെസ്റ്റ് ചെയ്ത കോളേജ് IIT. അപ്പോൾ IIT വേണമെന്ന് അവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. IIT വേണമെന്നല്ല, എനിക്ക് എഞ്ചിനീയർ നല്ല കോളേജ് കിട്ടിയാൽ നല്ല ജോലി, നല്ല ലൈഫ് ആവുന്നു. അവിടെ നിന്ന് ആ ഒരു ടെക്നോളജിക്കൽ എനിക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവണം. പിന്നെ ഞാൻ ഇച്ചിരി വളർന്നിട്ട് ഒരു 8th to 10th ആകുമ്പോൾ മനസ്സിലായി IIT കിട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ള ചോയ്സ്, ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ, നല്ല സക്സസ്ഫുൾ ആവാൻ പറ്റും. അവിടെ നിന്നാണ് എനിക്കൊരു സ്റ്റാർട്ടിങ്. എക്സാക്ട്ലി. അപ്പോൾ ട്രിഗർ പോയിന്റ് പേരൻസ് തന്നെയാണല്ലേ. താങ്ക്സ് ടു ദം. ഒരു കോമൺ ചോദ്യമാണ്, ജെ അഡ്വാൻസ്ഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് എക്സാമിനേഷൻ ആണ്. അതായത് അക്കാഡമിക്കലി പറയുകയാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ലെവലിലേക്ക് അവർ പോകും, ഒളിമ്പിയാഡ് ലെവലിലേക്കൊക്കെ അവർ പോകും. മെന്റലി പറയുകയാണെങ്കിലും ഇറ്റ്സ് എ വെരി സ്ട്രെന്യൂസ് ജേർണി അല്ലേ. എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ടോ? ദാറ്റ് ഓക്കെ ഫൈൻ, ഐ ആം ഡൺ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ലാസ്റ്റ് മെയിൻസ് കഴിഞ്ഞിട്ട് തന്നെ പറയാം. മെയിൻസ് കഴിഞ്ഞിട്ട്, സെക്കൻഡ് മെയിൻസ് കഴിഞ്ഞിട്ട് ആ ഒരു അഡ്വാൻസ്ഡ് വരെ ഒരു സ്ട്രെച്ച്, അത് ഭയങ്കര എനിക്ക് ഡിഫിക്കൽട്ട്. എനിക്ക് മതി ആ വീട്ടിൽ പോയി കളിക്കാൻ, ആ ഒരു ഫീൽ ആയിരുന്നു. എല്ലാ ക്ലാസ് ഇത്ര മതി. പക്ഷേ അകത്തൊരു ഫീൽ ഉണ്ട്, ഇത് പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെയാണെങ്കിൽ IIT കിട്ടില്ല. അപ്പോൾ ഒരു ഇന്റേണൽ ഒരു മോട്ടിവേഷനാണ്, എനിക്ക് പഠിച്ചാലേ പറ്റുള്ളൂ എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, എന്നാലും നമുക്ക് പറ്റുള്ളൂ. ആ ഒരു ഇതാണ്. പക്ഷെ ആ പോയിന്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക് വേണ്ടി. അത് എത്ര നാളുണ്ടായിരുന്നു? ഹൗ ലോങ് ഡിഡ് ഇറ്റ് സസ്റ്റെയിൻ? അതായത് വാസ് ഇറ്റ് ലൈക്ക് എ ഡേസ് തിങ്, അതോ ഒരു 3-4 ദിവസത്തേക്ക് അത് പോയിരുന്നു? അത് ഒരു അണ്ടർലൈങ് ഫീലിംഗ് ആയിരുന്നു. ഒരു ലാസ്റ്റ് 1 month എന്ന് പറയാം. ലാസ്റ്റ് ഒരു 1 month ഒരു അണ്ടർലൈങ് ബർൺഔട്ട് ഫീലിംഗ്. മെയിൻസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻസിൽ തന്നെ 99.7 സെക്യൂർ ചെയ്ത ഒരാളാണ്. സോ യാ, കണ്ടിന്യൂ. ആ ഒരു ബേൺ ഔട്ട് വന്നല്ലേ? ഒരു ബേൺ ഔട്ട് ആയിരുന്നു. പക്ഷെ അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റി നമുക്ക്. അങ്ങനെയായിട്ടൊരു ബ്രേക്ക് ഡൗൺ ആയിട്ടായില്ല, പക്ഷെ എപ്പോഴും അതായിരുന്നു ഒരു
ഹാർഡസ്റ്റ് പോയിന്റ് നമുക്ക് അങ്ങനെയാന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേ റൺ ചെയ്യണ പോലെയാണ്. നമ്മൾ 3 ലാപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ തളർന്നാലും ഇഫ് യു നോ ദാറ്റ് ദർ ഇസ് എ 4th ലാപ്പ് ഓൾസോ യു ഹാവ് ടു കീപ് റണ്ണിങ് അല്ലേ. ദേവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സെന്ററിൽ ജെയ് മെയിൻസ് റിസൾട്ട് ഒക്കെ കഴിഞ്ഞ് ജെയ് മെയിൻസിലും ആള് തന്നെയായിരുന്നു ടോപ്പർ 99.7. കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരുന്നു. ആൻഡ് ദേവിന്റെ അച്ഛനും പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും മനോഹരമായിട്ട് സാറ് ഫ്രേസ് ചെയ്തൊരു കാര്യമാണ്. 99.7 മെയിൻസിൽ സ്കോർ ചെയ്തിട്ട് ഹി സ്കോർഡ് അബൌട്ട് 4000 എന്തോ റാങ്ക് ആയിരുന്നു. അതിൽ നിന്ന് 628 ജംപ് വാസ് ഇംപെക്കബിൾ. അപ്പോൾ അത് ഹൗ ഡിഡ് ദ മോക്ക് ടെസ്റ്റ്, ഹൗ ഡിഡ് ദ പ്രിപ്പറേഷൻ ആഫ്റ്റർ മെയിൻസ് ഹാപ്പൻ? എന്തായിരുന്നു ആ ഒരു മൈൻഡ് സെറ്റ്? ഇപ്പൊ മൈൻഡ് സെറ്റ് വളരെ ഡെഡിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ഹൗ ഡിഡ് ദ മെറ്റീരിയൽസ് ഹെൽപ്പ് യു? ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് ടീച്ചേഴ്സ് എല്ലാം ദേവിനെ അഡ്വാൻസിലേക്ക് ഹൗ ഡിഡ് ഇറ്റ് സപ്പോർട്ട് യു? എനിക്ക് തോന്നുന്നു ലൈക്ക് ഫിസിക്സ് ഇസ് ഹാർഡസ്റ്റ് ഇൻ നമ്മളിങ്ങനെ ഇപ്രാവശ്യം ജയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ഫിസിക്സ് ആയിരുന്നു അല്ലേ? അപ്പോ എനിക്ക് ഫിസിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് തന്നെ സാർ എന്നെ പുഷ് ചെയ്യുന്നു കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ആയിട്ട് വരുന്നത് സാർ ഐ ഡിഡ് 100 ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊരു ഒരു ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. അപ്പോ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ആ ഒരു ഇൻട്യൂഷൻ വരും ഫിസിക്സിനെ പറ്റി. പക്ഷെ ആ ഇൻട്യൂഷൻ ഒരു സബ്ജക്റ്റിന് കിട്ടുമ്പോൾ എനിക്ക് മാത്സും കെമിസ്ട്രിക്ക് അത് ചെറിയ ഹെൽപ്പ് ആയി വന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ യെസ് സർ അത് ഇങ്ങനെ ആവാം, ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരാമെന്ന്. അപ്പൊ ഫിസിക്സ് അങ്ങനെ പറയാം. പക്ഷെ പിന്നെ ബാക്കി സബ്ജക്ട് ഓഫ് കോഴ്സ് എനിക്ക് കെമിസ്ട്രി മാത്സ് എനിക്ക് ടഫ് ആയിരുന്നു. പക്ഷെ മാത്സ് എനിക്കറിയാം, സാറ് പറഞ്ഞു ദിസ് ഇസ് യു ജസ്റ്റ് കീപ് ഡൂയിങ് ക്വസ്റ്റ്യൻസ്, മാത്സ് അതാണ് വഴി. പക്ഷെ കെമിസ്ട്രി എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി തുടങ്ങുമ്പോൾ ഒന്നും ലൈക്ക് നമ്മൾ ഇത്രയും പഠിച്ചു, ഒരു ഫുൾ ടെക്സ്റ്റ് ബുക്ക് തീർത്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പുതിയ സാധനം അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ലല്ലോ, ഒന്ന് മെഷർ ചെയ്ത് അളക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു അതൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് പിന്നെ സാറ് പറഞ്ഞു ഡു ദിസ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തത് ഫൈനലി എനിക്ക് ഓർഗാനിക് ഇഷ്ടമായി തുടങ്ങി. ആ ഒരു എല്ലാം തീർത്ത് കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് I think you were really good in organic in the end. അല്ലെ ഭയങ്കര ഒരു പെട്ടെന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഐ എം എ കെമിസ്ട്രി ടീച്ചർ, ദൈവ് പറഞ്ഞ കാര്യം അച്ചട്ടാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ്. അതും 5-6 ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇഫ് യു നോ ഓർഗാനിക് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് വേറെ ഇല്ല. അത് 10-20 സെക്കൻഡിനുള്ളിലും യു വിൽ ഗെറ്റ് ദി ആൻസർ ഇഫ് യു നോ ഇറ്റ് റിയലി വെൽ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി സാർ ഒരു പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടമുള്ള സബ്ജക്ട് എനിക്കൊന്ന് ഫിസിക്സ് ആണെന്ന് അല്ലേ? ഏറ്റവും വെറുത്ത സബ്ജക്ട് ഏതാ? വെറുത്തതെന്നല്ല, ഓക്കെ ഫൈൻ, റേറ്റ് റാങ്ക് ദം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. മാത്സ് എനിക്ക് ഏറ്റവും മാർക്ക് കുറവായിരുന്നു. മാത്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്. എനിക്ക് ചിലപ്പോൾ മിക്കവാറും ആ ഒരു മാത്സിന്റെ ഒരു മെന്റാലിറ്റി എനിക്ക് ആ ഒരു ഫിസിക്സിന്റെ ലൈക്ക് സ്റ്റാൻഡ് പോയിന്റും മാത്സിന്റെ സ്റ്റാൻഡ് പോയിന്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഫിസിക്സ് ആലോചിക്കാൻ ഒരു ഇൻട്യൂഷൻ കൊണ്ട് പറ്റും. മാത്സ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു 4D ഇമാജിനേഷൻ അതെനിക്ക് അത്രയായിട്ട് വന്നില്ല. ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഫ്യൂ മന്ത്സ് എനിക്ക് ഇച്ചിരി അത് വന്നു. മാത്സ് എനിക്ക് സ്റ്റാർട്ടിങ് ഭയങ്കര കുറവ് മാർക്ക്, പിന്നെ അഡ്വാൻസ് ഇച്ചിരി മാർക്ക് വന്നു തുടങ്ങുമ്പോൾ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് വന്നു, എനിക്ക് പറ്റും. ഫിസിക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ, ഏറ്റവും വെറുത്ത ചാപ്റ്റർ? വെറുത്തത് ഡോണ്ട് സേ ലൈക്ക് ഹേറ്റ് ബട്ട് ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട മിക്കവാറും സംതിങ് ഔട്ട് ഓഫ് മെക്കാനിക്സ്. ബിക്കോസ് റൊട്ടേഷൻ എനിക്കൊന്നും ലൈക്ക് മൊത്തം ഒരു മെക്കാനിക്സ് തന്നെ ഒരു ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുള്ളി കണക്റ്റഡ് ഒരു ചാപ്റ്റർ. എല്ലാം നല്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും. എനിക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ലൊരു ഇതുണ്ട്. പിന്നെ ഏറ്റവും വെറുതെ മിക്കവാറും മോഡേൺ ഫിസിക്സ് ആയിരിക്കും. റേഡിയോ ആക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആ, പക്ഷെ ക്വസ്റ്റ്യൻസ് കം ഇറ്റ്സ് ജസ്റ്റ് ഈ വാല്യൂ തന്നിട്ടുണ്ട്, ഒരു ഇത്ര 9.99857 ഒരു 10 ഡെസിമൽ വന്നിട്ട് പിന്നെ അതൊക്കെ സോൾവ് ചെയ്യാൻ. പിന്നെ അത് ഡർട്ടി നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. കെമിസ്ട്രി പറയൂ. കെമിസ്ട്രി ഫേവറേറ്റ് മിക്കവാറും ഓർഗാനിക് ആയിരിക്കും. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഫിനോൾസ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല. ഫിനോൾസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോ ബെൻസിനൊക്കെ കാണുമ്പോ എല്ലാം ഇങ്ങനെ അരോമാറ്റിക് റിയാക്ഷൻ നല്ല രസമായിരുന്നു. പിന്നെ വെറുപ്പെന്ന് പറഞ്ഞാൽ മറ്റേ ഇനോർഗാനിക്
പി ബ്ലോക്ക്. പക്ഷെ ലാസ്റ്റ് പി ബ്ലോക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെന്താ ബ്ലോക്കിൽ ഒരു ക്യാച്ച് വന്നില്ല അവസാനം പഠിച്ചോണ്ട് വന്നപ്പോ, ലൈക്ക് യു കുഡ് ലിങ്ക് അലോട്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ കൂട്ടു ഇഷ്ടമാണ്. പി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, ഇതൊക്കെ എന്തിനാ വെറുതെ കുറെ തന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഇങ്ങനെ കുറെ പഠിച്ചപ്പോ പിന്നെ ഇങ്ങനെ ബാത്റൂം കുളിക്കാൻ പോകുമ്പോ ലൈക്ക് മനസ്സിൽ ലെഡിന്റെ റിയാക്ഷൻ ഇതായിരുന്നു, അങ്ങനെയൊക്കെ വരുമായിരുന്നു. അത് നമ്മൾ ഇപ്പൊ എപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ PhD എടുക്കാനൊന്നും അല്ല ഇവിടെ, യു ആർ ഹിയർ ടു ക്രാക്ക് ആൻ എക്സാമിനേഷൻ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ഫോൾ ഇൻ പ്ലേസ്. നമുക്ക് ബൈ ഹാർട്ട് ചെയ്യണം, അതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്, ആ രീതിയിൽ പോകണമെന്നൊന്നും അല്ല. യു ആർ ഹിയർ ടു ക്രാക്ക് ആൻ എക്സാമിനേഷൻ, സോ ഓട്ടോമാറ്റിക്കലി തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. മാത്സിൽ ലെറ്റ് മീ ഗസ്, കാൽക്കുലസ് ആണോ ഇഷ്ടമുള്ളത്? കാൽക്കുലസ് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? ഐ തിങ്ക് മാത്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മാത്സ് എനിക്ക് പിന്നെ ബൈനോമിയൽ പാർട്ട് തന്നെ. പക്ഷെ എനിക്ക് ഒരു രസമുണ്ട് ബൈനോമിയൽ ക്വസ്റ്റ്യൻ, പാർട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. അപ്പോ മിക്കാനും കാൽക്കുലസ്, ട്രിഗ്നോമെട്രി എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നു. കാരണം അത് എല്ലാം അത് ജസ്റ്റ് പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ യൂഷ്വലി അഡ്വാൻസ് വരുന്ന ഭയങ്കര പാട്, ഒരു 2-3 പേജ് എടുക്കും. അത് ചെയ്താൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. പക്ഷെ മാത്സ് ഒരു രസം ഉണ്ടായിരുന്നു അതിന്റെ. ഗ്രേറ്റ്. ഒരു കാര്യമുണ്ട്, ദൈവ നോട്ട്സ് എഴുതുമായിരുന്നോ? അതായത് ക്ലാസ്സിൽ തന്നെ എഴുതുമോ അതോ വീട്ടിൽ പോയിട്ട് എഴുതുമോ? എങ്ങനെ? ക്ലാസ്സിലും മിക്കതും ക്ലാസ്സിൽ തന്നെ, സാറ് പറയുമ്പോ അപ്പൊ തന്നെ എഴുതണം. അതാണ് എന്നാല് അത് അപ്പം മനസ്സിലാക്കിയിട്ട് ഇടണം. അതായത് എന്റെ ഒരു വെറുതെ ഞാൻ യൂഷ്വലി സാറ് പറയുമ്പോ അപ്പൊ തന്നെ എല്ലാവരും എടുത്തുന്നത്. അപ്പൊ ഞാൻ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, സാറ് പറഞ്ഞ് തീർക്കട്ടെ, ഇത് പിന്നെ ഞാൻ എനിക്ക് ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അടിപൊളി ടിപ്പാണത്. അതായത് ബേസിക്കലി നമ്മൾ എന്താ പറയാ, സ്വയം ഒരു ഇന്റർപ്രിട്ടേഷൻ വേണം നോട്ട്സ് എഴുതുമ്പോൾ. അതായത് നേരെ അതെടുത്ത് കോപ്പി ചെയ്യാതെ യു ഹാവ് ടു ഇന്റർപ്രറ്റ്. ആൻഡ് അതിൽ നമ്മുടെ തന്നെ പോയിന്റ്സ് എഴുതി വെക്കാം, എക്സ്ട്രാ പോയിന്റ്സ് എഴുതി വെക്കാം. ദാറ്റ്സ് എ വെരി, അത് പഠിക്കുമ്പോഴും ഞാൻ ദേവിന്റെ അവസാനത്തെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ദേവിന് എടുത്തിരുന്നു ഫോർ അഡ്വാൻസ്. അപ്പൊ അന്ന് അവന്റെ ബുക്ക് കണ്ടപ്പോ സ്റ്റിക്കി നോട്ട്സ് കെമിസ്ട്രി എസ്പെഷ്യലി ഓർഗാനിക് കുറെ സ്റ്റിക്കി നോട്ട്സ് നോക്കുമ്പോ മറ്റേ എവിടെയാണ് ഡി ബ്ലോക്കിലൊക്കെ ഒരു ഞാൻ ഇച്ചിരി NCERT പോയിന്റ് അതെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോ അപ്പൊ ഞാൻ ഒരു പേജ് തുറന്നു നോക്കുമ്പോ ഇങ്ങനെ 4 സ്റ്റിക്കി നോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. And that helped you? Of course, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ഇങ്ങനെ പുതിയ റിയാക്ഷൻ ഒക്കെ വരുമ്പോഴല്ലേ നമ്മൾ യൂഷ്വലി പഠിക്കില്ല കുറെ റിയാക്ഷൻ ഒക്കെ അഡ്വാൻസ് വരുന്നത്. അതിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് അതെല്ലാം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കാണും ആ റിയാക്ഷൻ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലായിരിക്കും. ഗ്രേറ്റ്. ഡൂസ് എല്ലാവർക്കും അറിയാം, തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഡു. കുറെയൊക്കെ ദൈവം പറഞ്ഞു. ഡോൺസ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതായത് ഔട്ട്റൈറ്റ് നോ പ്രിപ്പറേഷൻ ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡോൺസ് ദാറ്റ് യു വുഡ് സേ ടു ദ ജൂനിയേഴ്സ്? ഡെഫിനറ്റ്ലി ആ മോട്ടിവേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഗോൾ മനസ്സിൽ വെച്ചാലേ പറ്റുള്ളൂ. ആ മോട്ടിവേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ ഗോൺ, ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ്. ആൻഡ് തിങ്കിങ് ഇറ്റ്സ് എ സ്മോൾ ഡീൽ, ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഡീൽ. ലൈക്ക് ഇങ്ങനെ ചോദിക്കും ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ എനിക്ക് വെച്ചതായിട്ടുണ്ട്. ഇങ്ങനെ ടോപ്പറൊക്കെ വരുമ്പോ ഞാൻ ആദ്യം ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ ഇനി എയർ 1 എടുത്തിട്ടേ ഉള്ളൂ, അതൊക്കെ ഒന്നും വിഷയമില്ല. പക്ഷെ ടോപ്പറൊക്കെ വരും എയർ 500, ഓ നൈസ്, എന്നൊക്കെ ഞാൻ എന്നെക്കാളും മേടിക്കുന്നത്. പക്ഷെ അതിങ്ങനെ 12th വരുമ്പോൾ മനസ്സിലാവുന്നത് എന്ത് ഒരു ഇതാണെന്ന്. അപ്പോ ഡെഫിനറ്റ്ലി ഇങ്ങനെ ചെറിയ കാര്യമല്ല, ഒരു സ്റ്റാർട്ടിങ് അത്ര എടുക്കാൻ പാടാ. നമുക്ക് ഇത്ര 10th ഒന്നും പഠിച്ചിട്ടില്ല നമ്മള്. 11th അങ്ങനെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ അത്ര ഒരു അതിന്റെ വെയിറ്റ് ഫീൽ ആവില്ല. അപ്പൊ നമുക്കൊരു ഞാൻ പറയാ ഒരു പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ക്യാരി ഓൺ ചെയ്യണം. ആ ഒരു 12th വരുമ്പോൾ ഒരു ക്രഷിങ് വെയിറ്റ് എനിക്ക് ഫീൽ ആയ, അത് ഗിവ് അപ്പ് ആകാൻ പാടില്ല. എസ്പെഷ്യലി മെയിൻസ് കഴിഞ്ഞിട്ട്, അത് സാറും പറയാം എല്ലാരും പറയുന്നത്, എസ്പെഷ്യലി മെയിൻസ് കഴിഞ്ഞിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ഒരു കോർ പോയിന്റ് ആണ്. എക്സാക്ട്ലി, അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. മെയിൻസ് കഴിയുമ്പോൾ ഇനി കുറച്ച് വീട്ടിൽ പോയിരുന്ന് പഠിക്കാം, സ്വന്തമായിട്ട് നോക്കാം. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലേൺ വിത്ത് ദ ടീച്ചേഴ്സ്, അല്ലേ? അത് ടീച്ചർ കാര്യം എന്താണ്, നമ്മളേലും അറിവുള്ള ഒരാൾ നമ്മുടെ മുമ്പിലുണ്ട്, അവർ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് തരും. സോ ഇറ്റ്സ് ബെറ്റർ അവരുടെ ഹെൽപ്പ് വെച്ചിട്ട് പഠിക്കുക. സോ മെയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സിമ്പിൾ അഡ്വൈസ് ദാറ്റ് ദേവ് ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ് വുഡ് ലവ് ടു ടെൽ യു ഇസ് ഡോണ്ട് ലൂസ് ദ ഫോക്കസ്, കം ബാക്ക് ടു ദ ക്ലാസ്സസ്, അല്ലേ? അത്ര സീരിയസ് ആയിട്ട് തന്നെ തിരിച്ചു വരണം. ഒരു ബ്ലാങ്കറ്റ് പീസ് ഓഫ് അഡ്വൈസ് ഇഫ് യു വോണ്ട് ടു ഗിവ്. ഞാനിപ്പോൾ ദേവിനോട് അന്ന് തന്നെ ചോദിച്ചിരുന്നു, 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനും 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനും ദേവിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ടു അനദർ ഓഡിയൻസ്. ഇവർക്ക് വേണ്ടി ഇഫ് യു കുഡ് ജസ്റ്റ് ടെൽ 11th ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കും 12th ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കും എന്താണ് വാട്ട് ഇസ് ദ പീസ് ഓഫ് അഡ്വൈസ് ദാറ്റ് യു വുഡ് ഗിവ്? 11th പറഞ്ഞാൽ 11th തുടങ്ങുമ്പോൾ ഒന്നാമത് കുട്ടികൾ അത്ര സീരിയസ് ആയിരിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞ അത്രയും സീരിയസ് ആവേണ്ട ആവശ്യമില്ല 11th ഒന്ന് സ്റ്റാർട്ടിങ്. പക്ഷെ
ഒരു മോട്ടിവേഷൻ ഉണ്ട്, പഠിക്കണം എന്നൊരു ഫീൽ ഉണ്ടാവണം, വെറുതെ കറി കിടക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയുന്നത്, ക്ലാസ്സിൽ ഫുൾ ചെവി തുറന്ന് തല തുറന്ന് കേൾക്കണം. നമ്മൾ കുറേ പുതിയ സാധനങ്ങളാണ് പഠിക്കുന്നത്. അത് നമ്മളൊരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് നോക്കിയാൽ, നേരെ മൈൻഡ് സെറ്റ് നമുക്ക് ഒരു സാധനം മനസ്സിലാകത്തില്ല. എസ്പെഷ്യലി ഫിസിക്സ് കുറെ അൺലേൺ, കുറെ പുതിയ നമ്മൾ ഇങ്ങനെ മാറ്റി പുതിയ വെക്കുക, ഇങ്ങനെ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യുക നമ്മൾ സ്വയം. അപ്പൊ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് സാറ് പറയുന്ന അപ്പൊ അത് തുറക്കണം. പിന്നെ കുറെ കുട്ടികൾ ഡൗട്ട് ചോദിക്കില്ല. അത് നമ്മൾ പേര് സാറുമാരും കുറെ പറയും ഡൗട്ട് ചോദിക്കാറില്ല എന്ന്. അത് ഭയങ്കര ഒരു ദേവ് എങ്ങനെ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കുന്നത് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഹൗ ഇപ്പൊ ഒരു ചളുപ്പ് ഉണ്ടായിരുന്നോ തുടക്കത്തില്? അതായത് ഒരു എന്താ പറയുക, ഇൻഹിബിഷൻ, ഡൗട്ട് ചോദിക്കണോ, അങ്ങനെ ഉണ്ടായിരുന്നോ ദേവിന്? അങ്ങനെ അത്ര, പക്ഷെ ലൈക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡൗട്ട് വരാന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഡൗട്ട് ചോദിച്ച് ഓൺ ദ സ്പോട്ട് കോൺസെപ്റ്റ് ക്ലിയർ, നെക്സ്റ്റ് കോൺസെപ്റ്റ് നമുക്ക് റെഡി ആയിക്കണം. കാരണം എസ്പെഷ്യലി നമ്മൾ മെക്കാനിക്സ് പഠിക്കുമ്പോൾ ന്യൂട്ടൺ സോഴ്സ് ഓഫ് മോഷൻ അറിയാൻ റൊട്ടേഷൻ പഠിക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഒരു സാധനം അറിയാതെ മറ്റേ പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോന്നും കഴിഞ്ഞിട്ട് അതിന്റെ ഇങ്ങനെ മേളി വെച്ച് വരുമ്പോൾ നമുക്ക് അടിയിലത്തെ സാധനം അറിയാൻ നമ്മൾ ഫുൾ ഇത് കൊളാപ്സ് ആയി. നമ്മൾ തന്നെ ഒരു ഡൗട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ഹൈ ചാൻസ് നമ്മളത് ഫൊർഗെറ്റ് ചെയ്യില്ല. വെരി ഗുഡ് പീസ് ഓഫ് നമ്മളിങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോൾ അതിനെ തിരുത്തുമ്പോഴാണ് നമ്മൾ ഇച്ചോടെ കോൺസെപ്റ്റ് സിമെന്റ് ആക്കി വെക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി കമ്മിങ് ടു യുവർ ഫ്യൂച്ചർ പ്ലാൻസ്, എവിടെയാണ്, എന്താണ്? IT ബോംബെ അന്ന് എന്നോട് സംസാരിച്ചപ്പോ ഒരു ഇതുണ്ടായിരുന്നു, IT മദ്രാസ് എടുക്കണം, ബോംബെ തീരുമാനിച്ച? എനിക്ക് ലൈക്ക് ആദ്യം തന്നെ IT ബോംബെ ഒരു നല്ല ഇതായിട്ടായിരുന്നു. IT ബോംബെ ഒരു തട്ടുമേള അതാണ്. പക്ഷെ പിന്നെ ഇപ്പൊ ഒരു പുതിയ ബ്രാഞ്ച് ഞാൻ കാണുന്നുണ്ട്, കമ്പ്യൂട്ടേഷണൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എനിക്ക് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അത് ഒരു ഭയങ്കര എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീൽ ആയിരുന്നു. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇലക്ട്രിക്സ് മാത്രം, പക്ഷെ ഇതില് കുറെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിന് ഞാനൊരു പ്ലാൻ ചെയ്യുക. പക്ഷെ എനിക്ക് ആദ്യം വെക്കാൻ പോകുന്നത് ബോംബെ ട്രിപ്പ്. അതെന്തായാലും ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ചെയ്യാം. ഓൾവേസ് കൺസൾട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് മേക്ക് ദ ഡിസിഷൻ. ആൻഡ് വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് അംബിഷൻ? അതോ ഇപ്പൊ ടെമ്പററി ഇത്രേ ഉള്ളൂ? ഡു യു ഹാവ് എ ബിഗർ പ്ലാൻ? ഒരു പ്ലാൻ ഉണ്ട്. എന്താണ്? ഡു യു വാണ്ട് ടു റിവീൽ ഇറ്റ് ഹിയർ? ജിൻസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഗ്രാൻഡ് സ്കീം പറഞ്ഞാൽ എനിക്കൊരു സക്സസ്ഫുൾ ആയി വരണം എന്നുണ്ട്. മോണിറ്ററി വൈസ് എന്തുവാ കേട്ടോ, എനിക്ക് കുറച്ച് കാശ് വേണമെന്നുണ്ട്. ബോംബെ CS നല്ല പാക്കേജ് ആണെന്നൊക്കെ അറിയാം. അതാണ് 4 crore പാക്കേജ്. ഇന്ത്യയുടെ പുറത്ത് പോകണമെന്നുണ്ടോ? അതിപ്പോ ജസ്റ്റ് ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങ് അത് നമുക്ക് വലുതാകുമ്പോ മാറുമായിരിക്കും, എനിക്ക് അങ്ങനെ ഉറപ്പില്ല. അപ്പൊ എനിക്ക് ഒരു എയറോസ്പേസ് ഫീൽഡിൽ പോകണമെന്നുണ്ട്. പിന്നെ അതിപ്പോ കുറെ ജസ്റ്റ് ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സ്പേസ് എക്സ് ഉണ്ട്, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്കൈ റൂട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ പുതിയ കമ്പനീസ് വരുമ്പോ എനിക്ക് അങ്ങനെ എനിക്ക് എന്റെ ഒരെണ്ണം തുടങ്ങുന്നുണ്ട്. ഇലോൺ മസ്ക് ഇൻസ്പയറിംഗ് ആണോ? ഇലോൺ മസ്ക് അങ്ങനെ നോക്കി എനിക്ക് എന്റെ ഒരു ഞാൻ ഡിസൈൻ ചെയ്ത റോക്കറ്റ് സ്പേസിലുണ്ട്. അത് നടക്കട്ടെ. ഓക്കെ, അതൊരു വലിയ സ്വപ്നമാണ്. പ്രോബബ്ലി ത്രൂ ദേവ് നായർ ഇന്ത്യക്ക് തന്നെ അതൊരു അഭിമാനമായിട്ട് വരട്ടെ. ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് us. ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ടു ഓൾ. ഞാനിപ്പോ എന്റെ മൊത്തം ടീമിന്റെ സൈഡിൽ നിന്ന് ദേവിനൊക്കെ പഠിപ്പിച്ച ജയറാം സാറായാലും MBR സാറായാലും ബിപിൻ സാറ്, നിഷാന്ത് സാറ്, രാജൻ സാറ്, എല്ലാവരും വി ആർ ഓൾ ഹാപ്പി ടു ഹാവ് ടോട്ട് യു. ആൻഡ് ഗ്രേറ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യു മൈ ഡിയർ. ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഓക്കെ, സോ ലവ് യു, കീപ് റോക്കിംഗ്.